വൈകിട്ട് തൃശൂർ നഗരത്തിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി വൈകിട്ട് 4 മണിക്ക് ശേഷം തൃശൂരിലെത്തും. പാലക്കാട് നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തതിനു ശേഷം എത്തുന്ന പ്രധാനമന്ത്രി കുട്ടനെല്ലൂർ ഹെലിപാഡിലാണ് എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗം സെന്റ് തോമസ് കോളേജിന് മുന്നിലൂടെ അദ്ദേഹം ജില്ലാ ആശുപത്രിക്ക് സമീപമെത്തും. ഇവിടെ നിന്ന് റോഡ് ഷോയുണ്ട്. നഗരം ചുറ്റി സ്വരാജ് റൗണ്ട് ചുറ്റിയാണ് റോഡ് ഷോ. തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിലൂടെ മണികണ്ഠനാൽ, നടുവിലാൽ, ഈ കാണുന്ന നായിക്കനാൽ കടന്ന് ബിനി ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ സമാപിക്കുന്ന രീതിയിലാണ് റോഡ് ഷോ. 50,000-ഓളം പേർ പങ്കെടുക്കുമെന്ന് NDA നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വഴിയിലൂടെയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. ഏതാനും വഴികൾ മാത്രമാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് സേനയുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുന്നവരും എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ കാണുന്ന ബാരിക്കേഡുകൾ നിർത്തിവെച്ചിരിക്കുമ്പോൾ ഇതിനപ്പുറം നിന്നാണ് പ്രധാനമന്ത്രിയെ ജനങ്ങൾക്ക് കാണാനുള്ള സംവിധാനം ഒരുക്കുക. ഇപ്പോൾ തേക്കിൻകാട് മൈതാനിയിലേക്ക് നോക്കാം. ഇവിടെ വാഹനങ്ങൾ ഒന്നും തന്നെ പാർക്കിംഗ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേക്കിൻകാട് മൈതാനി പൂർണ്ണമായും ഒഴിച്ചിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷാ സംവിധാനം കർശനമാക്കിയിരിക്കുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നഗരത്തിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് അഭിമുഖമായിട്ടുള്ള കെട്ടിടങ്ങളുടെ ജനലുകൾ അടച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ സാന്നിധ്യമുണ്ടാകും. ഇവിടേക്ക് എത്തിച്ചേരുന്ന ജനങ്ങൾ പേന, അതുപോലെ തന്നെ ബാഗ് എന്നിവയൊന്നും കൊണ്ടുവരരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലുണ്ടാകും. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് മോദി എത്തുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പത്മജിയും മറ്റ് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50,000-ഓളം ആളുകളെ 50,000-ഓളം പേർ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. DSP റാങ്കിലുള്ള ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ പോയിന്റുകൾ നൽകിയിരിക്കുന്നു. ഇവിടെയെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ പോലീസ് നൽകുകയാണ്. സ്മിത.